AAPയുടെ 8 MLA-മാർ ഇന്നലെ BJP-യിൽ ചേർന്നിട്ടുണ്ട്. അവിടെ ഒരു തിരഞ്ഞെടുപ്പ് കാലമാണ്. അതിനിടയ്ക്ക് ഇത്തരം മാറ്റം AAPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയല്ലേ? സംശയം എന്താ, 8 MLA-മാരെന്ന് പറഞ്ഞാൽ ആകെപ്പാടെ 70 അംഗ ഒരു നിയമസഭയാണ്. അതിൽ 8 പേര് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 10-1 പോയി കഴിഞ്ഞു എന്നുള്ളതാണെന്ന്. ഒരു പാർട്ടിയിൽ നിന്ന് MLA-മാർ പോകുന്നത് എപ്പോഴാണ്? MLA-മാർ നിലവിലുള്ള MLA-മാർ പോകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കപ്പൽ ചോരുന്നു, കപ്പലിലേക്ക് വെള്ളം കയറുന്നു എന്നാണ്. എലികളാണ് ആദ്യം ചാടുന്നത് എന്ന് പറഞ്ഞ പോലെ പലരും നേരത്തെ വിട്ടുപോയിട്ടുണ്ട്. സ്വാതി മലബാറിനെ പോലെ പലരും. അപ്പോൾ MLA-മാർ തന്നെ, അതൊരു രാജ്യസഭാ MP ആയിരുന്നു. പക്ഷേ ഇപ്പോൾ MLA-മാർ തന്നെ കൊഴിഞ്ഞു. 8 പേര് 70 പേരുള്ള സഭയിൽ നിന്ന് പിരിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഷോക്ക് വേവ്. അത് വലിയൊരു ആഘാതമാണ് ഏതൊരു പാർട്ടിക്ക് ഏൽപ്പിക്കുക. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അതിന് മറുപടി പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ, നമ്മളിപ്പോൾ കാണുന്ന ആ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തത് കൊണ്ടാണ് അവരങ്ങനെ അധികാരമോഹികളായിരുന്നു. അതുകൊണ്ടാണ് ഈ അധികാരമോഹികൾക്ക് എന്തിനാണ് താങ്കൾ സീറ്റ് കൊടുത്തത്? അതാണ് ചോദ്യം. അപ്പോൾ ഈ ആൾക്കാരെ എല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ താങ്കൾ ഈ സ്ഥാനാർത്ഥികളെയൊക്കെ തീരുമാനിക്കുന്ന. മറ്റു പാർട്ടികളല്ലല്ലോ, BJP അല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ഇവർ അധികാരമോഹികളാണ് എന്നോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് താങ്കൾക്ക് ബോധ്യമായില്ല എന്നൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. പോയി കഴിഞ്ഞപ്പോഴാണല്ലോ ഇത് പറയുന്നത്. പോയി കഴിയുമ്പോൾ ഇവർ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്ന് പറയുന്നതിന് സമമായിട്ടുള്ള ഒരു സമവാക്യമല്ലേ ഇത്? അപ്പോൾ ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. തന്നെയുമല്ല, തകർച്ച പലതരത്തിൽ ഉണ്ടായിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മറ്റെങ്ങും നേരിടാത്ത പോലൊരു ആരോപണം, അഴിമതി ആരോപണം വളരെ ശക്തമായിട്ട് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട അടിസ്ഥാനപരമായിട്ട് തെളിവുകളുണ്ടെന്ന് കോടതിക്ക്, BJPക്കല്ല, ബോധ്യപ്പെട്ട കേസുകൾ നിലവിലുണ്ട് അവരുടെ പല മന്ത്രിമാർക്കുമെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ തന്നെ. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി അല്ലാത്തത്. പിന്നെ ഫാൾസ് പ്രോമിസസ് ആണ് കൊടുത്ത് ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവർ ജയിച്ചിട്ടുള്ളത്. കുറേയൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു നേട്ടം ചിലപ്പോൾ ചില പിന്നാക്ക വിഭാഗങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അവരുടെ വോട്ട് കിട്ടുകയും ചെയ്യും. വീണ്ടും അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവരെ ലാക്കാക്കിയിട്ടുള്ളത്. പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ പലതും, പൊതുജനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ പലതും 1000 രൂപ വെച്ച് മാസം കൊടുക്കാമെന്ന് പറഞ്ഞ പദ്ധതി അദ്ദേഹം നടപ്പാക്കിയിട്ടില്ല. കാരണം എന്താ? പണമില്ല കൊടുക്കാൻ. കമ്മീഷൻ വഴി കിട്ടിയ പണം മുഴുവൻ ഗോവയിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചിലവാക്കി. 200 കോടിയിലേറെ രൂപയാണ്. അതാണ് ആ ഒരു ഒയാസിസ് കമ്പനിയുമായിട്ടാണ് കേരളത്തിൽ ഇപ്പോൾ പാലക്കാട്ട് ചങ്ങാത്തം കൂടിയിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ. അത് പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യത്തിന് എന്തെങ്കിലും വിലയുണ്ടോ? അതുപോലെ തന്നെ ഇവർ അധികാരത്തിൽ വരാനിടയാക്കിയ സാഹചര്യം എന്ന് പറഞ്ഞാൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. അതിലെ വീരശൂര പരാക്രമി എന്നുള്ള അണ്ണാ ഹസാരെയുടെ അടുത്ത ആളെന്നുള്ള നിലയിലാണ്. ഇപ്പോൾ അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ആൾ ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ? അകന്നു കഴിഞ്ഞു. മദ്യത്തിൻ്റെ രാഷ്ട്രീയം അവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കും മദ്യത്തിന് പെർമിറ്റ് കൂടിയ കമ്മീഷനിൽ നൽകി കഴിഞ്ഞപ്പോഴത്തേക്കും അരവിന്ദ് കെജ്രിവാളിനെ പരിപൂർണമായിട്ടും ആ ഗാന്ധിയൻ കൈവിട്ട് കഴിഞ്ഞു. അപ്പോൾ ആ ബേസ് പോയി കഴിഞ്ഞേ. ഇപ്പോൾ നിലവിൽ കേന്ദ്ര ബജറ്റ് 3ാം മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ, പണ്ട് ഇത് ആദ്യ സർക്കാർ അധികാരത്തിൽ വന്നിരുന്നപ്പോൾ, മോദിയുടെ ആദ്യ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരുന്നപ്പോൾ അല്ല, അതിനു മുമ്പ് തന്നെ AB വാജ്പേയി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ മധ്യവർഗത്തിൻ്റെ, പ്രത്യേകിച്ചും ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ, അവരാണ് ഈ മധ്യവർഗത്തിൻ്റെ ഭൂരിഭാഗം ആൾക്കാരും, അവരുടെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഈ നികുതിയിൽ നിന്ന് BJP ഗവൺമെൻറ് അതൊരു വളരെ ലിബറലായിട്ടുള്ള പോളിസി ഫോളോ ചെയ്യുന്നതുകൊണ്ട് തങ്ങളെ വിമുക്തരാക്കും. ആവേശമാണ്. എനിക്കറിയാം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നതുകൊണ്ട് എനിക്കറിയാം, വലിയ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷ അസ്ഥാനത്തായിട്ടും BJP തന്നെ വീണ്ടും അധികാരത്തിൽ വന്നു. ഇപ്പോൾ 3ാം ഗവൺമെൻറ് ഇത് നടപ്പാക്കുമ്പോൾ, നിർമ്മല സീതാരാമൻ്റെ അതിലെ ആദ്യ ബജറ്റിലൂടെ നടപ്പാക്കപ്പെടുമ്പോൾ അവരുടെ ചിരകാല അഭിലാഷമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ ശക്തമായിട്ട്, മധ്യവർഗമെന്ന് പറയുന്നത് നിസ്സാരമൊന്നുമല്ല. നമ്മുടെ മൊത്തം ജനസംഖ്യയുടെ ഏതാണ്ട് 1/3 മുകളിൽ വരും, ഏതാണ്ട് പകുതിയോടടുത്ത് വരും. ഗണനീയമായിട്ടുള്ളൊരു വിഭാഗമാണ്. അവർക്കാണിപ്പോൾ വർഷം തോറും 80,000 രൂപ അധികമായിട്ട് കൊടുക്കുന്ന പോലൊരു പാക്കേജാണ് ഇപ്പോൾ ഈ ബജറ്റിലൂടെ വരുന്നത്. അതിൻ്റെ ബില്ലൊക്കെ ഇനി വരും, അവതരിപ്പിക്കും. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന അവർ സ്വപ്ന സാഫല്യം തീർച്ചയായിട്ടും ഡൽഹിയിലും പ്രതിഫലിക്കും. ഡൽഹിയിൽ നമുക്കറിയാം,
ഏറ്റവും കൂടുതലുള്ളത് കേന്ദ്ര സർക്കാർ ജീവനക്കാരാണ്. അവർക്ക് പ്രത്യേകം ക്വാർട്ടേഴ്സും ഫ്ലാറ്റുകളും ഒക്കെ ഉള്ള അത് കിട്ടാൻ വലിയ പ്രയാസമാണ്. എങ്കിലും ധാരാളമായിട്ട് ആളുകൾ വാടകയ്ക്കും അവിടെ താമസിക്കുന്ന ഒരു കേന്ദ്രമാണ്. അപ്പോൾ അവരെല്ലാം അവിടുത്തെ വോട്ടർമാരാണ്, മലയാളികൾ ഉൾപ്പെടെ. അപ്പോൾ അവരുടെ എല്ലാം വോട്ടുകൾ തീർച്ചയായിട്ടും BJPയുടെ അനുകൂലമായിട്ട് പോകും. കാരണം വലിയൊരു സന്തോഷമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ബജറ്റ് വന്നതും ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ഏതാണ്ട് 2-3 ദിവസത്തിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ പോലും പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പറ്റില്ല. അപ്പം ബജറ്റിലൂടെ അദ്ദേഹം അത് സാധിച്ചെടുത്തിരിക്കുന്നു. വലിയൊരു കോയിൻസിഡൻസ് ആണ്, യാദൃച്ഛിക സംഭവം. അതിലൂടെ അദ്ദേഹം അത് സാധിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ വരും. അത് BJPക്ക് വലിയ ഗുണം ചെയ്യും. അപ്പോൾ ഒരു വശത്ത് നമ്മൾ കാണുന്നത് AAP എന്ന് പറയുന്ന പാർട്ടി തകർന്ന് തരിപ്പണമായി. ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ 8 പേര് അതിൽ നിന്ന് നഷ്ടമായിരിക്കുന്നു. മറുവശത്ത് BJP എന്ന് പറയുന്നത് ഇതിൻ്റെ ബജറ്റിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഒരു ആനുകൂല്യം, വിൻഫാൾ ആനുകൂല്യം അവർ നൽകിയിരിക്കുന്നു. കാരണം മധ്യവർഗം, അവരുടെ ഏറ്റവും വലിയ വോട്ട് ബേസ് എന്ന് പറയുന്നത് മധ്യവർഗം ആണ്, സർക്കാർ ജീവനക്കാരുമാണ്. അവർ ഇപ്പോൾ അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ പോകും. ഇത് മാത്രമല്ല, പുതിയ ശമ്പള കമ്മീഷനെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് വരുമ്പോഴത്തെ ശമ്പളത്തിൽ വലിയ ഗണ്യനീയമായിട്ടുള്ള വർധനയാണ് വരാൻ പോകുന്നത്. അപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ആനന്ദലബ്ധിക്ക് ഇനി മറ്റൊന്നും വേണ്ട. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ AAP തകരുകയാണെങ്കിൽ ആ സ്പേസിലേക്ക് വളർന്നു വരാൻ സാധ്യത ആർക്കാണ്? AAP തകരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രതിപക്ഷം വേണമല്ലോ. ആ സ്ഥാനത്തേക്ക് കോൺഗ്രസ്സിന് വരാൻ സാധ്യതയുണ്ട്. കാരണം AAPയെ നിരാകരിക്കുകയാണെങ്കിൽ, പൂർണ്ണമായിട്ടും നിരാകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ജയിക്കാൻ പക്ഷേ സാധ്യത ഇനിയില്ല. അവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങളൊക്കെ അരവിന്ദ് കെജ്രിവാളിനെ ദൈവത്തെ പോലെയാണ് ആരാധിക്കുന്നത്. കാരണം ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കുറേ വാഗ്ദാനങ്ങൾ അദ്ദേഹം നടപ്പാക്കി. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇപ്പോഴും ഞങ്ങളുടെ പാവങ്ങളുടെ ആൾ അരവിന്ദ് കെജ്രിവാളാണെന്നൊരു മിഥ്യാധാരണ അവരിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷമാണ് മതേതരത്വത്തിൻ്റെ വക്താക്കളെന്നുള്ള ഒരു തെറ്റായ ധാരണ ഉണ്ടായിരിക്കുന്നത് പോലെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലം അവർക്ക് കിട്ടുകയും ചെയ്യാം. പക്ഷേ കോൺഗ്രസ് വളർന്നു വരുവാണെങ്കിൽ അത് പ്രതിപക്ഷമായിട്ട് വരാം. പക്ഷേ ഈ ആനുകൂല്യങ്ങളെല്ലാം വോട്ടായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും BJP അധികാരത്തിൽ വരും. അല്ല, ഇനി AAP തന്നെ അധികാരത്തിൽ വരികയാണെങ്കിൽ അത് വലിയൊരു അത്ഭുതം തന്നെയായിരിക്കുമെന്നേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റൂ. നിലവിൽ ചില ചാനലുകളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്, പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് കോൺഗ്രസ് വരും എന്ന്. പക്ഷേ അതൊരു വിദൂരമായിട്ടുള്ള സാധ്യതയായിട്ട് മാത്രമേ നിലവിലെ സാഹചര്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം കോൺഗ്രസിനെയും BJPയെ സംബന്ധിച്ച് അവർക്ക് ഡൽഹിയിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടാൻ കഴിയുന്നില്ല എന്നൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. എന്ന് മാത്രമല്ല, ആ നെഹ്റു കുടുംബത്തിലെ അമ്മയുടെയും മകൻ്റെയും വർത്തമാനങ്ങളൊക്കെ ജനങ്ങളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പറ്റി ക്ഷീണതയും ഒക്കെയാണെന്ന് പറഞ്ഞ് ബോഡി ഷെയ്മിംഗ് അല്ലേ നടത്തിയത്? അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധിയെക്കുറിച്ച് ആ ബോഡി ഷെയ്മിംഗ് അതേ വാക്കുകൾ ഉപയോഗിച്ചുകൂടെ? മാനം മര്യാദയുള്ള പത്രപ്രവർത്തകരും രാഷ്ട്രീയക്കാരുമായതുകൊണ്ടാണ് നമ്മളതൊന്നും ഉപയോഗിക്കാത്തത്. അത്രയെങ്കിലും ഒരു മര്യാദ നെഹ്റു കുടുംബത്തിലെ ഒരു മഹാറാണി കാണിക്കേണ്ടതല്ലേ? നെഹ്റു കുടുംബത്തിലുള്ളവർക്ക് ജനങ്ങളോട് പുച്ഛമാണ്. അത് അത്ര മാത്രമല്ല, പുച്ഛമാണ്. അവരുടെ കാർഗെയോട് പോലും പുച്ഛമാണ് അവർക്ക്. ഒരു കാര്യത്തിലും അടുപ്പിക്കാറില്ല. നെഹ്റു കുടുംബത്തിന് പുറത്തായി പോയതുകൊണ്ട് നരസിംഹറാവുവിന് അവിടെ AICC ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ ശവത്തിന് പോലും പ്രവേശനം കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹത്തിന് പോലും പ്രവേശനം കിട്ടിയില്ല. അത്ര ഒരു രാഷ്ട്രീയമാണ് അവർ പിന്തുടരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാമചന്ദ്ര ഗുഹ എന്ന് പറയുന്നത് BJPയെ കഠിനമായിട്ട് എതിർക്കുന്ന ഒരാളിൻ്റെ നിരീക്ഷണം വന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ടാം മൻമോഹൻ സർക്കാർ വളരെ ദുർബലമായിരുന്നു. ആ ദൗർബല്യത്തിൽ കൂടി സ്വന്തം മകനായ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി വാഴിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് രാഹുൽ ഗാന്ധി മൻമോഹൻ സിംഗ് തയ്യാറാക്കിയ ഒരു ബില്ല്, മന്ത്രിസഭ അംഗീകരിച്ച ബില്ല് വലിച്ചു കയറി കാണിച്ചത്. എന്ന് മാത്രമല്ല, പലതരത്തിലും മൻമോഹൻ സിംഗിനെ രാഹുൽ ഗാന്ധിയുടെ ഒരു കോട്ടറി ഉണ്ടായിരുന്നു മന്ത്രിസഭയിൽ, അവരെ അപമാനിക്കുകയും അദ്ദേഹത്തെ നിശബ്ദനാക്കുകയും മൗനിയാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഒരു മൗനി ബാബയെ പോലെ അവസാന നാളുകളിൽ ഈ മൻമോഹൻ സിംഗിന് കഴിയേണ്ടി വന്നതെന്ന് വളരെ അദ്ദേഹം ഒരു കോൺഗ്രസ് വിരുദ്ധനല്ല നിരീക്ഷണം നടത്തിയത് ഈയിടെ ഏറ്റവും പുതിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹം അത് നിരീക്ഷണം നടത്തിയിരിക്കുന്നു. BJPയെ എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു BJP വിരുദ്ധൻ തന്നെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.